മലപ്പുറത്താണ് ഇദ്ദേഹത്തിന്റെ സംസ്കാരം. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഈ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്നാണ് പോലീസും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അവിടെ നിന്ന് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് കുടുംബത്തിനുള്ള ഇൻഫർമേഷൻ എന്താണ്? അവരെന്തൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്? മലപ്പുറത്ത് എവിടെ നിന്നുള്ള ആളാണ് ഈ മരിച്ചയാൾ? നിഷാദ്, മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് അഷ്റഫിന്റെ സ്വദേശം. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരിച്ച അഷ്റഫിന്റെ സ്വദേശം ഇവിടെയാണ്. എന്നാൽ വർഷങ്ങളായി അഷ്റഫ് താമസിക്കുന്നത്, കുടുംബം തന്നെ താമസിക്കുന്നത് വയനാട്ടിലാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് താമസം മാറിപ്പോയ ആളാണ് അഷ്റഫ്. അതേസമയം തന്നെ അഷ്റഫിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പ്രദേശവാസികൾക്ക് പറയാനും കഴിയുന്നുണ്ട്. അധികം ആളുകളോടൊന്നും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അഷ്റഫിന്റേതെന്ന് പറയുന്നു. ചില മാനസിക പ്രശ്നങ്ങൾ അഷ്റഫിന് ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ബന്ധുക്കളും പറയുന്നുണ്ട്. നേരത്തെ അഷ്റഫിന്റെ സഹോദരൻ ജബ്ബാർ പറഞ്ഞ പോലെ തന്നെ ചില മാനസിക പ്രശ്നങ്ങൾ അഷ്റഫിന് ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 11 മണിയോട് കൂടി തന്നെ മൃതദേഹം ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കും എന്നാണ് അറിയുന്നത്. ഈ മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മംഗളൂരിൽ വെച്ച് പൂർത്തിയായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടി ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അഷ്റഫിനെ കുറിച്ച് അറിയാവുന്ന കാര്യം? അഷ്റഫിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? അഷ്റഫ് പൊതുവെ ശാന്തശീലനായ ഒരു പ്രകൃതക്കാരനാണ്. അങ്ങനെ കൂടുതൽ ആളുകളുമായി മിങ്കിൾ ചെയ്യുന്നൊരു ടൈപ്പ് ആളല്ല. വളരെ മാന്യമായി പെരുമാറി പോകുന്ന, അവന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അതിനകത്ത് പറയാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പുള്ളി ഇപ്പോ ഒരു 1.5 വർഷമായി അവരിവിടെ ഇല്ല. അവര് പുൽപ്പള്ളിയാണ് താമസം. ഇവന് പുറത്ത് ഇതേപോലെ ജോലിക്ക് പോകുന്ന ഒരു ജോലിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് പോയിട്ട് ഏകദേശം 1.5 വർഷമായി. ഇപ്പൊ ഒരു 15 ദിവസം മുന്നേ ഇവിടെ വന്ന് പോയി എന്നുള്ളത് പറയുന്നുണ്ട്. ഇതാണ് പൊതുവെ അഷ്റഫിന്റെ ഈ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജോലിയൊക്കെ എന്തായിരുന്നു? അവന് പൊതുവെ നാട്ടിൽ പുറത്താണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. നാട്ടിൽ പ്രത്യേകിച്ച് ജോലിക്ക് പോവാറില്ല. പുറത്ത് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പല ആക്രിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവാറുള്ളത്. അവന്റെ ഫാമിലിയാണ് ഇപ്പൊ ഈ വരുന്നത്, ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ അങ്ങാടിയിലാണെങ്കിലും ആളുകൾ കൂടുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ കൂടുതൽ സംസാരിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകളുമായി, അതാ പറഞ്ഞു, കൂടുതൽ ആളുകളുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല. അങ്ങനെ അവന്റെയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന ഒരു ആളാണ്.